ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മളുടെ നവയോഗ ആയുർഗ്രാം ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലാണ്. ഇതെൻ്റെ കസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് മെയിൻലി നിങ്ങൾക്ക് ഗൂഗിളിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പോസ്റ്റ് നേറ്റൽ കെയർ, പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ്, മെയിൻലി നമ്മൾ പോസ്റ്റ് ഡെലിവറി നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഇന്ന് ഞാൻ വരാൻ കാരണം നമ്മളുടെ 2026 ഒരു സമ്മർ ക്യാമ്പ് ഇവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കായിട്ടാണ്. അപ്പോൾ ആ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഇതിൽ ഇൻസ്പയർ 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് വെള്ളിയാണ്, മെയ് 15. നാളെ അത് എൻഡ് ചെയ്യും. അപ്പോൾ 14, 15, 16 അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ കൊണ്ട് ഇത് തീരും. അപ്പോൾ ഇന്ന് 15-ന് തന്നെ എനിക്കിന്ന് ഓഫാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വന്നത് എനിക്ക് വളരെ ബ്ലസ്ഡ് ആയിട്ട് തോന്നാനൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ തമ്പ് എന്ന് പറയുന്ന ഒരു ഫിലിം ഗ്രൂപ്പ് ഓഫ് ഫിലിം ഇൻസ്പയർഡ് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ കൊച്ചിൻ ബേസ്ഡ് ആണ്. അപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് റൈറ്റ് നൗ. അപ്പോൾ അതെന്ന് പറയുന്നത് കുട്ടികളെ, ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും, ഇപ്പം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എല്ലാവരിലും എത്ര നോ എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ മൊബൈലിൽ നമ്മൾ ഗെയിം കളിക്കുക, അങ്ങനെ ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് എങ്ങനെ മൊബൈൽ യൂസേജ് കൊണ്ടുവരാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വർക്ക്ഷോപ്പ് തന്നെ ഇവരിപ്പോൾ കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ, എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതി വളരെ, എന്താ പറയുക, ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അവർ കൊടുത്തത്. ഇപ്പോൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്യാമറ ആംഗിൾസ്, ടൈപ്സ് ഓഫ് ക്യാമറ, ഇതെല്ലാം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ അറിയാം. എങ്കിലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഒരു ഷോർട്ട് സെഷനാണ് അവർ ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിപ്പോൾ ഉച്ച സമയമാണിത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് ഇവർ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഇവർ എന്തൊക്കെ പഠിപ്പിച്ചു, എങ്ങനെയാണ് ആംഗിൾ സെറ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഷോട്ട്സ് ഉണ്ട്, എങ്ങനെ ഓരോ ഷോട്ടുകൾ എടുക്കുന്നത്, അങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഷോർട്ട് മൂവി ഡയറക്റ്റ് ചെയ്യുക. ഒരു 5 minutes മൂവി ഇവർക്ക് 3 ബാച്ചായിട്ട് കുട്ടികളെ തിരിച്ച് ഒരു 5 minutes മൂവി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കുട്ടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ പുറകിൽ ഈ പ്രോപ്പർട്ടിയിലെ ഈ ഫുൾ പ്രോപ്പർട്ടി അവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ അവരുടെ 3 പേരുടെയും ഷോർട്ട് സ്റ്റോറീസ് ഒരു ഷോർട്ട് മൂവി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ കുട്ടികളെയും നടന്നവരുടെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഫൈനൽ ഒരു 4:30 ആകുമ്പോൾ നമുക്ക് ഇവരുടെ മൂവി പ്രിവ്യൂ ഉണ്ടാവും. അപ്പോൾ ആ പ്രിവ്യൂവിൽ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് മൂവി എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒരു ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹോസ്റ്റ് ചെയ്യുന്ന എല്ലാ സമ്മർ ക്യാമ്പുകളും വളരെ നല്ലതായിട്ട്, വളരെ എന്താ പറയുക, ഇൻസ്പയറിംഗ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സമ്മർ ക്യാമ്പിന് എല്ലാ വർഷവും അവർ ഇൻസ്പയർ 2025, ഇൻസ്പയർ 2026 അങ്ങനെ പേരിടുന്നത് തന്നെ. കഴിഞ്ഞ വർഷം നമ്മുടെ ISRO ബേസ്ഡ് കുറച്ച് സയൻറ്റിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ട് കുട്ടികളെ സ്പേസ് കാര്യങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ് കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു സെഷനായിരുന്നു എടുത്തിരുന്നത്. അതും 3 day വർക്ക്ഷോപ്പായിരുന്നു. അതിൽ അവർക്ക് എന്താ പറയുക, വാന നിരീക്ഷണം, എന്താ പറയുക, ടെലിസ്കോപ്പൊക്കെ കൊണ്ടുവന്ന് ഇവരെ കാണിക്കുക. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഈ വർഷവും കുട്ടികൾ ഒരു 10-70 കുട്ടികൾ അടുത്തുണ്ട് ഇന്നത്തെ സമ്മർ ക്യാമ്പിൽ. ഇത് 3 ദിവസത്തെയാണ്, നാളെ കൊണ്ട് തീരും. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെയാണ് ക്ലാസ്സസ് നടത്തുന്നതെന്നൊക്കെ നമുക്ക് പോയി കാണാം. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനിതിലായിരിക്കാം. ഹായ് എവ്രി വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ നവയോഗയുടെ ഓർഗനൈസർ ആൻഡ് ഹീസ് മൈ ബ്രദർ. ആൻഡ് ഇത് നമ്മളുടെ ചേട്ടനോട് തന്നെ ചോദിക്കാം ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ടോട്ടൽ, എന്താ പറയുക, അജണ്ട അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കവർ ചെയ്യുന്ന ദിവസം നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയാ ടോട്ടൽ ഒരു സെഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ആക്ച്വലി നമ്മൾ നവയോഗ ആയുർഗ്രാമിന്റെ ഒരു ഔട്ട്റീച്ച് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്തു വരുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നമ്മൾ സ്റ്റുഡൻസിനും യങ്സ്റ്റേഴ്സിനും
പിന്നെ വുമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പരിപാടികളിലൂടെ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 2024 നമ്മളൊരു 1 ഡേ സമ്മർ ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുട്ടികളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനായിരുന്നു. അതേപോലെ ലാസ്റ്റ് ഇയർ 2025 തിരുവനന്തപുരം IIS ടീമായിട്ട് ജോയിൻ ചെയ്ത് ഒരു 3 ഡേ സമ്മർ ക്യാമ്പ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തു. അത് സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ISROയുടെ തന്നെ IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വലിയമലയിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 15ഓളം സയന്റിസ്റ്റുകൾ വന്ന് ഇവിടെ താമസിച്ച് ഒരു 100ഓളം കുട്ടികളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവര് ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ ഡെമോൺസ്ട്രേഷനും പ്രാക്ടിക്കൽ സെഷനും പിന്നെ പ്രസന്റേഷനും എടുത്ത്, പിന്നെ അതേപോലെ സ്കൈ വാച്ച്, ടെലസ്കോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ ജുപ്പിറ്റർ, മൂണ്, അങ്ങനത്തെ സാറ്റലൈറ്റ്സ് എല്ലാം കാണിച്ചു. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ ഒരു 3 ഡേ സമ്മർ ക്യാമ്പ് തന്നെ ഓർഗനൈസ് ചെയ്തു. അതിന്റെ പേര് ഇൻസ്പയർ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ക്യാമ്പിന് ഇടുന്ന പേര്. ഞങ്ങൾ ആക്ച്വലി ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്തായിരുന്നു, ഇൻസ്പയർ, ടീം ഇൻസ്പയർ എന്ന് പറയുന്നത്. അതൊരു രജിസ്റ്റേർഡ് സംഘടനയാണ്, ടീം ഇൻസ്പയർ കൺസോർഷ്യം എന്ന് പറയുന്നത്. അതിനകത്ത് സൊസൈറ്റിയിലെ ഡിഫറെന്റ് വർക്ക്സ് ഓഫ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രൊഫസേഴ്സ് ഉണ്ട്, സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കുട്ടികളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ്, അവർക്കുള്ള പേഴ്സണൽ ഡെവലപ്മെന്റ്, പിന്നെ യങ്സ്റ്റേഴ്സിനുള്ള കരിയർ സാധ്യതകൾ, പിന്നെ വിമൻ എംപവർമെന്റ്, അങ്ങനെ എല്ലാ ഏരിയാസും ടച്ച് ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഇൻസ്പയർ 26 വരുന്നത് 3 ദിവസത്തെ ക്യാമ്പാണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അത് വിങ്സ് ടു വിൻ ലൈഫ് സ്കിൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കോട്ടയം ബേസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ ചീഫ് മെന്റർ ഒരു സിജു തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ലൈഫ് കോച്ചാണ് ആള്. ആളുടെ നേതൃത്വത്തിൽ ഒരു 3 ടീം വന്ന് നമ്മുടെ കുട്ടികൾക്ക് എസെൻഷ്യൽ ലൈഫ് സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ടീം വർക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സെഷനാണ് നമ്മൾ ഇന്നലെ ഫുൾ ഡേ കണ്ടക്ട് ചെയ്തത്. കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഇന്നലെ രാത്രി പല പേരൻസും വിളിച്ച് അത് കൺഗ്രാജുലേഷൻ ഒക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നല്ല അപ്രീസിയേഷൻ കിട്ടി. അതുപോലെ ട്രെയിനേഴ്സിനാണെങ്കിലും അവരും രാത്രി വിളിച്ചിട്ട് അവർക്കും ഇതുപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കിട്ടി തന്നതിൽ, പിന്നെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു നല്ല അപ്രീസിയേഷൻ. ഇന്ന് ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ സമ്മർ ക്യാമ്പുകൾ നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളെല്ലാം ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിലാണ്. അപ്പൊ അവര് ഈ റീൽസും ഷോർട്സും കണ്ട് ടൈം വേസ്റ്റ് ചെയ്യാണ്. അപ്പം എങ്ങനെ ഇത് സയന്റിഫിക് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഉപയോഗിക്കാം എന്നുള്ളത്, അതിന്റെ നല്ല വശങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തുകയാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഏരിയ കുട്ടികൾ, നമ്മളെല്ലാവരും ജസ്റ്റ് ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മളൊരു വിനോദം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോയി കാണുന്നു, കണ്ടിട്ട് തിരിച്ചു പോരുന്നു. പക്ഷെ അതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എത്രത്തോളം എഫേർട്സ് അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത് കുട്ടികളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അപ്പൊ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് അതിനകത്ത് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം കുട്ടികളെ എല്ലാ സാധനവും. അപ്പം എറണാകുളം ബേസ് ആയിട്ടുള്ള തമ്പ് ഫിലിം കളക്റ്റീവ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. അതെ. അവര് അത് ഒരു ഡോക്ടർ വിഷ്ണുരാജ് എന്ന് പറഞ്ഞിട്ട് SH കോളേജ് ദേവരയിലെ ഒരു പ്രൊഫസർ ഉണ്ട്. പിന്നെ അനൂപ് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ KG കോളേജ് പാമ്പാടിയിലെ ഒരു മലയാളം പ്രൊഫസർ ഉണ്ട്. ഇവർ രണ്ടുപേരും ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ പ്രൈസ് വിന്നേഴ്സ് ആണ്. അതേപോലെ അനൂപ് സാർ ആണെങ്കിൽ സിനിമാ ലേഖനത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അവരെല്ലാം നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പിന്നെ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് സിനിമാറ്റോഗ്രാഫറാണ്. പിന്നെ നകുൽ എന്ന് പറഞ്ഞ ആള് എഡിറ്ററാണ്. ഇവരെല്ലാം ഈ വശങ്ങളെല്ലാം കുട്ടികളെ ഇന്ന് പരിചയപ്പെടും. അതിനുശേഷം കുട്ടികൾ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവരെ കൊണ്ട് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും, അഭിനയിപ്പിക്കാൻ താല്പര്യമുള്ളവരെ അഭിനയിപ്പിക്കും, എഡിറ്റിങ്, പിന്നെ സിനിമാറ്റോഗ്രാഫി, അങ്ങനെ 4 വശങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച്. മൊബൈലാണ്, ഷോർട്ട് മൂവിയാണ്, ഒരു 3 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന മൂവി. എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികളും എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്കൊരു 3 ഏക്കർ വരുന്ന ക്യാമ്പസ് ആണിത്. ഈ ക്യാമ്പസിലെ ഡിഫറെന്റ് ഏരിയാസ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ മൂവീസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അവ വരുന്നത്
അപ്പോൾ അത്ര ആളുകളിലേക്ക് ആ കലാരൂപം എത്തുകയാണ് അല്ലേ? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്തിരി മൊത്തം അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമൊക്കെ ആളുകൾ അറിയുന്നത് പലപ്പോഴും മോഹൻലാലിനാണ് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു ഈ ഒരു സെഷനിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമറാസ് ആണ്. നമ്മളെല്ലാവരും ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നവരാണ്, പക്ഷേ ഈ ഒരു ഏജ് എത്തിയിട്ടും എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമറയെ പറ്റി വലിയ ഐഡിയ ഇല്ല. ക്യാമറ ആൻഡ് ലെൻസസ് ആൻഡ് ഇതിൽ പുള്ളി കാണിക്കുന്നത് ഓരോ ടൈപ്പ് ലെൻസസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടിയാണ്. ലൈക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ലെൻസ്, ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഇസ് എ മാരേജ് ഫംഗ്ഷൻ, അങ്ങനെ ഒരു മാരേജ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ലെൻസ്, പിന്നെ അതിൻ്റെ ലൈറ്റിങ്സ്, പിന്നെ ഡ്രോൺ ഷോട്ട്സ്, അതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇത്. കുട്ടികളെല്ലാം പല പല ക്യാമറ എക്യുപ്മെൻറ്റ്സ് കാണാനും വളരെയധികം ത്രില്ലിലായിരുന്നു. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പുള്ളി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ ഞങ്ങൾക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഒരു എന്താ പറയുക കോണ്ടൻറ് ക്രിയേറ്റർ അങ്ങനെയുള്ള ഒരു ലെവലിലേക്കൊക്കെ ഇറങ്ങുന്നവർക്കും കൂടെ ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇത്. അപ്പോൾ നമ്മൾക്കിതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യമാണല്ലോ ഫിലിം എന്നുള്ളത്. കാരണം അതിലെ ഓരോ ഷോട്ട് എടുക്കുന്നതിൽ ഏതൊക്കെ ക്യാമറ ആംഗിൾസ് ഉണ്ട്, അതിലെത്ര ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്, അതിലെത്ര വൈഡ് ഷോട്ട് ഉണ്ട്, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ലെൻസസ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു സെഷനിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ ഞാൻ പോയപ്പോൾ പോലും ഞാൻ ഇത്രയും ഒരു ഡീറ്റെയിൽ സെഷൻ കുട്ടികൾക്ക് അവർ കൊടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. വളരെ ഫൺ ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു സെഷനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് മുഴുവൻ, അതായത് എല്ലാ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന അത്രയും ഗിംബൽസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സെഷൻ അവർ ക്രിയേറ്റ് ചെയ്തത്. സോ ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് ആ കൂട്ടത്തിൽ തന്നെ പുള്ളി ചോദിച്ചിരുന്നു, നിങ്ങൾക്കിവിടെ എടുത്തിരിക്കുന്ന പിക്ചേഴ്സ്, നമ്മുടെ വാളിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിലേറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെന്ന് പറഞ്ഞ് അത് ഏത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തു, അതെങ്ങനെ ഷൂട്ട് ചെയ്തു, അതെങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നെല്ലാം കുട്ടികൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, എൻ്റെ പേര് വിഷ്ണുരാജ് എന്നാണ്. ഞാൻ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ മലയാള വിഭാഗത്തിലെ അധ്യാപകനാണ്. ഞങ്ങൾ എറണാകുളം കേന്ദ്രമാക്കിയിട്ട് തമ്പ് ഫിലിം കളക്റ്റീവ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഒരു ഫിലിം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. കുട്ടികളുമായി ചേർന്നുകൊണ്ട് അവധിക്കാലത്ത് സിനിമ എങ്ങനെ നിർമ്മിക്കാം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആശയം. ഇപ്പം സിനിമയുടെ ഹിസ്റ്ററി, അതേപോലെ അതിൻ്റെ ഒരു ഈസ്തറ്റിക്സ്, ഫിലിം പ്രൊഡക്ഷന്റെ എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ക്യാമ്പിന്റെ ലക്ഷ്യം. എൻ്റെ പേര് അനൂപ് KR. തമ്പ് ഫിലിം കളക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വൺ ഡേ വർക്ക്ഷോപ്പാണ്, ഫിലിം സംബന്ധമായിട്ടുള്ള വൺ ഡേ വർക്ക്ഷോപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കുട്ടികൾക്കൊരു സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ ഏതൊക്കെ തരത്തിലുള്ള അഭിരുചികളാണ് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത്, വ്യത്യസ്തമായ അഭിരുചിയുള്ള കുട്ടികൾ ഇത്തരം മേഖലയിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ട പ്രായോഗികമായ പരിശീലന ഒരു കളരിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ ഡയറക്ഷൻ, അഭിനയം, എഡിറ്റിങ് തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള താല്പര്യങ്ങളെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് യദുകൃഷ്ണ എന്നാണ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇപ്പം ഇന്നിവിടെ നവയോഗ ആയുർ കേന്ദ്രയുടെ ഇൻസ്പയർ 2026 എന്ന് പറഞ്ഞിട്ട് സമ്മർ ക്യാമ്പിനാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മെൻറ്ററായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് എനിക്ക് ഏൽപ്പിച്ചിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തമ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടീം എൻറ്റയർലി ഇവിടെ വന്നിട്ട് നമുക്ക് പിള്ളേർക്കൊരു മൂവി കളരി അല്ലെങ്കിൽ സിനിമ കളരി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ അതിൽ ഞാൻ ചെയ്തൊരു പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി എക്വിപ്മെന്റ്സ്, ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന ഏതൊക്കെ ക്യാമറാസ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ ബേസിക് ക്യാമറ മുതൽ അല്ലേ, ബേസിക് ക്യാമറാസ് മുതൽ നമുക്ക് ഇനി ഏതൊക്കെ ടൈപ്പ് ക്യാമറകൾ വരെ ഉണ്ട്, ഡ്രോൺ വരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോൺസ്, പിന്നെ അതുകൊണ്ട് മറ്റേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗിംബൽസ്, അങ്ങനെയുള്ള പല പല എക്യുപ്മെന്റ്സ് നമ്മൾ കൊണ്ടുവന്ന് പിള്ളേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഒരു ക്യാമ്പാണിത്. അപ്പൊ എങ്ങനെ പോയാലും പിള്ളേർക്കുള്ള ഓരോരോ ടേസ്റ്റുകളും കാര്യങ്ങളും പിള്ളേർക്ക് സ്കിൽസും ഓരോന്നും നമ്മൾ നോക്കിയും കണ്ടും ഡെവലപ്പ് ചെയ്യണം പിള്ളേർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇവന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് നവീൻ സേനൻ. ഞാൻ ഒരു ഡിസൈനറും എഡിറ്ററുമാണ്. കറന്റ് ഹൈദരാബാദ് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്നിവിടെ തമ്പ് ഫിലിം കളക്റ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി എത്തിയത്. വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാ സെഷനിലും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. കുട്ടികളുടെ ഇടയിലെ ഫിലിമിനോടുള്ള പാഷനും അതേപോലെ അവർക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോഴുള്ള ഒരു ആവേശവും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒത്തിരി സംവിധാനങ്ങളുണ്ട് നമുക്ക് ഫിലിം എന്നുള്ളൊരു വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വളർന്നു വരുന്ന കുട്ടികൾക്കും വളരെ ഹെൽപ്ഫുൾ ആണ്. പോരാത്തിന് ഇന്നത്തെ സെഷനിൽ ഞാനിപ്പോൾ എടുത്തത് എഡിറ്റിങ്ങിനെ പറ്റിയുള്ള ചെറിയൊരു സെഷനായിരുന്നു. പക്ഷേ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് വലിയ വലിയ സോഫ്റ്റ്വെയർസിലൊന്നും പോവാതെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്തതിൽ ഭൂരിഭാഗം ആൾക്കാർ. അപ്പൊ അതിന്റെ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സെഷനാണ് എടുക്കാൻ പറ്റിയത്. കുട്ടികളുടെ റെസ്പോൺസും സംഘാടന സമിതിയും എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് നല്ല രീതിയിൽ അത് എടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഈ സെഷനിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സെഷനായിരുന്നു ഇത്. ഇതിൽ 7 ബേസിക് ഷോർട്സ് ആണ് നകുൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആൻഡ് വിത്ത് എക്സാമ്പിൾസ്. ഓരോ മൂവിയിൽ ആ ഷോർട്സുകൾ എങ്ങനെ വന്നിരിക്കുന്നു, അപ്പം നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും എവിടെയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് എക്സ്ട്രീം ക്ലോസപ്പ് എങ്ങനെയാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യൻ മൂവി എക്സാമ്പിളൊക്കെ പറഞ്ഞ് ലാലേട്ടൻ്റെ കണ്ണ് കാണിക്കുന്ന എക്സാമ്പിളൊക്കെ ആയിരുന്നു ഏറ്റവും എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നകുൽ ഒരുപാട് എക്സാമ്പിൾ ഇതിൽ തന്നിട്ടുണ്ട്. ഒരു എക്സ്ട്രീം വൈഡ് ഷോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ലോങ് ഷോട്ട് ഏത് സമയത്താണ് ഒരു മൂവിയിൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയെ വളരെ ബ്രേക്ക് ചെയ്ത് നല്ല ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ അവിടെ വിളിച്ചു നിർത്തി ലൈവ് എക്സാമ്പിളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ടാവും ഷൂട്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? പക്ഷെ തൊട്ടടുത്ത ഫ്രെയിമിൽ, കാരണം ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും അടിയൊക്കെ കൊള്ളും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ആക്ഷൻ സീക്വൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് ഷോട്ട് ഇവിടെ വെക്കും. ഇവിടെ എന്താ, ഇവിടെ ഈ ഷോട്ടിൽ നടക്കുന്ന സാധനം എന്താ, ഇയാള് അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങി, ശരിയല്ലേ? തൊട്ടടുത്ത ഷോട്ടിനെ കാണിക്കുന്നുണ്ടാവും ഇയാള് വീഴുന്നതാണ്. പക്ഷെ ആ ക്യാമറ എവിടെയാ വയ്ക്കുക, താഴത്തോ അല്ലെങ്കിൽ വേറെ ആ സൈഡിലോ വയ്ക്കുക. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ആക്ഷൻ ഇപ്പം, അതായത് അടി കൊള്ളും, അടി കൊണ്ടത് ഇങ്ങനെ ചെയ്യാതെ ചെയ്യുന്നു. ഓക്കെ, ചുമ്മാ വേണം അല്ലെങ്കിൽ തെളിച്ചു നോക്കുക, തെളിച്ചുള്ള ചുമ്മാ അടി കൊള്ളുന്ന ഒരു ഫീൽ ഇട്ടാൽ മതി. ഓക്കെ, റെഡി? ഈ ഒരു സാധനം, ഈ ഒരു ആക്ഷൻ ഇപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ആക്ഷൻ സീക്വൻസിൽ നമ്മൾ 2 3 ആംഗിളിൽ ഫ്രെയിം വെച്ച് ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ക്യാമറ. ഈ ഒരു സെഷൻ എനിക്ക് തോന്നിയത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നാണ്. കാരണം നമ്മളെല്ലാവരും സിനിമയിൽ കട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം, ആ ഷോർട്സുകളെല്ലാം വൺസ് ഒരു എഡിറ്ററിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ സിങ്ക് ചെയ്യണം, അതിൽ പല ടൈപ്സ് ഓഫ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഈ ഒരു സെഷന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നകുൽ ഇവിടെ കൊണ്ടുവന്ന കുറേ മൂവി ക്ലിപ്സ് ഉണ്ടായിരുന്നു. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ട്സ് ആൻഡ് എക്സാമ്പിൾ ആയിരുന്നു. ലൈക്ക് ജെ കട്ട് എങ്ങനെയാണ് വരുന്നത് ഒരു മൂവിയിൽ, എൽ കട്ട് എങ്ങനെയാണ് വരുന്നത്, അതായത് സൗണ്ട് മിക്സ് ചെയ്യുന്നത്, അത് എല്ലാം വളരെ ഇൻഫോർമേറ്റീവായിട്ട് അതേസമയം അവിടെ ഇരിക്കുന്ന ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഏജിന് പറ്റുന്ന രീതിയിലാണ് നകുൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഒരു ജെ കട്ട് എന്നുള്ളൊരു എക്സാമ്പിളായിരുന്നു നകുൽ കാണിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കൂടുതലും ഒരു ക്ലാസ്സസ് ഇൻട്രാക്റ്റീവ് ആകുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മൾക്ക്
പറഞ്ഞ് തരുമ്പോൾ ഒരുപാട് നമുക്ക് ഡൗൺലോഡ് ഉണ്ടാവും. പക്ഷേ അത് വിഷ്വലി നമ്മളെ കാണിച്ചു തരുമ്പോൾ നാളെ ഒരിക്കലും നമ്മൾ ആ ഒരു സീക്വൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നാളെ ആ ഒരു മൂവി അതുപോലത്തെ മൂവികൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് മറക്കില്ല. അപ്പം എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു നകുൽ ഫോർ എക്സ്പ്ലെയിനിങ് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ വേ. അപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ് ഒരു സിനിമയിലെ എഡിറ്റർ എന്നുള്ളത്. കാരണം നകുൽ അന്നും പറഞ്ഞിരുന്നു ഈ സെഷൻ നടത്തുന്ന സമയത്ത് ഒരു എഡിറ്റർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്രിയേറ്റിവിറ്റിയും അതൊന്നുമല്ല പേഷ്യൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെഷന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയതും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നകുൽ പറഞ്ഞ ഓരോ വാക്കുകൾ ഞാൻ മനസ്സിൽ റീകോൾ ചെയ്യുന്നുണ്ട്. കാരണം ഒരു എഡിറ്റർക്ക് ഇപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും അത് കട്ട് ചെയ്യണം, മിക്സ് ചെയ്യണം, ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നു. നമ്മൾക്ക് ഏറ്റവും അധികം വേണ്ടത് ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആയാലും ഒരു യൂട്യൂബർ ആയാലും ഒരു റീൽ ക്രിയേറ്റർ ആയാലും എന്തായാലും നമ്മൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ് വൈൽ എഡിറ്റിംഗ് എ വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് നകുൽ. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ ആയിരുന്നു ഇത്. ഇതിൽ നമ്മളുടെ വിഷ്ണു എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ഡയറക്ടർ ലെവലിൽ എങ്ങനെ നമ്മൾക്ക് ഇമാജിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അത് വളരെ കൃത്യമായിട്ട് നമ്മളെ സ്റ്റേജിൽ കുറച്ച് കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളെല്ലാവരും മൂവി കാണുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഡയറക്ടർ, അല്ലേ? അപ്പോൾ ആ ഒരാൾക്ക് വേണ്ട ഇമാജിനേഷൻ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ എത്ര അധികമാണ്. പല സിനിമകളുടെയും ഹിറ്റാവുന്നത്, പല സിനിമകൾ പൊട്ടിപ്പോകുന്നത് എല്ലാം ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഡിഫറൻസിലാണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ഒരാൾക്കുണ്ടാകുന്ന ഇമാജിനേഷൻ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു താളം, റിതം, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ കുട്ടികളെ എല്ലാവരെയും ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചു ഓരോ ഇതിനും ലാലേട്ടൻ്റെ മൂവി നെയിംസാണ് കൊടുത്തിരുന്നത്. ചിത്രം ഗ്രൂപ്പ്, കിലുക്കം ഗ്രൂപ്പ്, പിന്നെ ദൃശ്യം ഗ്രൂപ്പ്. അങ്ങനെ 3 ഇതിലും 17-18 കുട്ടികൾ വെച്ചുള്ള ഒരു ടീമാക്കി. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വിഷ്ണു, അനൂപ് സാറ്, അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് അതിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അവർക്ക് കൊടുത്ത ത്രെഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു സ്മോൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക. ആ ടീമിൽ തന്നെയുള്ള അതിൽ കുറച്ച് കുട്ടികളെ എഡിറ്റർ, കുറച്ച് കുട്ടികളെ ആക്ടേഴ്സ്, അങ്ങനെ എല്ലാ രീതിയിലും ക്യാമറമാൻ, എല്ലാ രീതിയിലും സ്പ്ലിറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ ഒരു മൂവി എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെഷനായിരുന്നു ഇത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാം. ഇത് ഇപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഇത് അങ്ങ് ദൂരെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾക്ക് തോട്ടയ്ക്കാട് വന്നാൽ അവിടെ നിന്ന് ഒരു ജസ്റ്റ് 5 minutes ഡിസ്റ്റൻസേ ഉള്ളൂ തോട്ടയ്ക്കാട് ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ ഇവിടെ നവയോഗ ആയുർഗ്രാം എന്ന വഴിയിൽ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് അങ്ങ് നമ്മൾ അവിടെ നിന്ന് കാറിങ്ങി കയറി മോൾ വരെ പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ നല്ല ഇത്രയും ചൂടുള്ള സമയത്തും വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. അപ്പോൾ ഒരു സമ്മർ ക്യാമ്പിന് എക്സാക്ട്ലി എന്താ പറയുക പറ്റിയ ഒരു ആംബിയൻസ് എന്ന് പറയാം. ഇതിവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമാണ്. നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് റൂമൊക്കെയാണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇന്ന് ക്യാമ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് ഓരോ മുറികൾക്ക് ഓരോ പേരുകളാണ് ഇവരിട്ടേക്കുന്നത്. സഞ്ജീവനി, അങ്ങനെ ഓരോ പേരുകളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓർഗനൈസേഴ്സിൽ കുറേ ആൾക്കാർ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഓരോ കുട്ടികൾക്ക് ഓരോ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ റൂം, സ്പേസ് എല്ലാം ഇതിനു വേണ്ടി കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ കാണാം. ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആരെങ്കിലും ഒരു ഫ്യൂച്ചർ സമ്മർ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നൈറ്റൽ കെയർ അല്ലെങ്കിൽ ഒരു 1 day ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണിത്. എന്തായാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഫൈനലി കുട്ടികൾ 3 ടീമുകളുടെയും പ്രസന്റേഷൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുള്ള രീതിയിൽ നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ പ്രിവ്യൂ നടക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ആരാണ് വിന്നർ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടീം വരുന്നുണ്ട്, അവരുടെ നമുക്ക് നോക്കാം എങ്ങനെയാണ്.
ഇത് മാന്ത്രികാന ടിവിയില് അവര് അവാർഡ് വാങ്ങുവാണ്. മൊത്തം ക്യാമ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. അപ്പോ ഈ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? 2 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ഇന്നലെ എന്തായിരുന്നു? സൈക്കോളജിയുടെ ഒരു ഇതൊക്കെയായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഫണ്ടായിരുന്നു. പേരെന്തായിരുന്നു? എന്റെ പേര് ഇൻസിഡന്റ്. മോളുടെ പേര്? ഓക്കെ, ശരി, താങ്ക് യു. ഈ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? 2 ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെ എന്താ തോന്നിയത്? കൊള്ളായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോളൂ. അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, നല്ലതായിട്ട് എൻജോയ് ചെയ്തോ? ഓക്കെ. ഈ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? 2 ദിവസത്തെ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നോ? ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? യൂട്യൂബ് ചാനൽ എന്തോ എന്നിച്ചിട്ടേം കൊണ്ട് നിങ്ങളുടെ ടീം വർക്ക് ഉറക്കെ പറഞ്ഞോളൂ. ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? മൂവിയൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്തോ? എന്തായിരുന്നു? നിങ്ങൾ എന്തായാലും കാണാനിരിക്കുമല്ലേ, ഞങ്ങളാണ് മാർക്ക് എടുത്തത്. പിന്നെ ഉണ്ടാക്കി അല്ലേ? കംപ്ലീറ്റ് ആക്കി. കൊള്ളാം, നല്ല ബെറ്ററായിട്ട് ആൾക്കാര്. ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? ഇനി ഒരു ദിവസം കൂടെ ഉള്ളു. ഓക്കെ, ശരി. ഈ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നന്നായിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. എന്തൊക്കെ ചെയ്ത ഫസ്റ്റ് ഡേയില്? ക്ലാസ് ഉണ്ടായിരുന്നു. ആ, പിന്നെ കുറച്ച് ഗൈഡൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഡേ ഒന്നുകൂടി അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ മൂവിയൊക്കെ കംപ്ലീറ്റ് ആയോ? ആയി. ഇപ്പൊ എഡിറ്റിംഗ് കണ്ടു. എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി ഒരു ദിവസം കൂടെ ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യുക.